നമസ്കാരം. IPL-ന്റെ മെഗാ താരലേലം ഈ വർഷം അവസാനത്തോടെ നടന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഒരുപാട് കളിക്കാരെ ഇത്തവണത്തെ ലേലത്തിൽ നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം. ലേലത്തിന് മുൻപ് പരമാവധി 6 താരങ്ങളെയാകും ഫ്രാഞ്ചൈസികൾക്ക് നിലനിർത്താൻ സാധിച്ചേക്കുക. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെയെല്ലാം ടീമുകൾക്ക് കൈവിടേണ്ടതായും വരും. ഇവരെയെല്ലാം ലേലത്തിന്റെ പൂളിൽ നമുക്ക് കാണാൻ സാധിക്കും. ടീമുകൾ ഒഴിവാക്കുന്ന താരങ്ങൾ മാത്രമല്ല, പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന കളിക്കാരും ലേലത്തിന് ഉണ്ടാകും. കഴിഞ്ഞ തവണത്തെ മിനി ലേലത്തിൽ ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബോളർ മിച്ചൽ സ്റ്റാർക്കായിരുന്നു ഏറ്റവും വിലയേറിയ താരമായത്. 24,75,00,000 രൂപ എന്ന ഓൾ ടൈം റെക്കോർഡ് തുകയ്ക്കാണ് അദ്ദേഹത്തെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അവരുടെ കൂടാരത്തിൽ എത്തിച്ചത്. എന്നാൽ വരാനിരിക്കുന്ന ലേലത്തിൽ സ്റ്റാർക്കിന്റെ ഈ റെക്കോർഡ് കടപുഴകിയേക്കാനാണ് സാധ്യതകൾ കൂടുതൽ. ലേലത്തിൽ ഏറ്റവും ഉയർന്ന തുക ലഭിക്കാൻ സാധ്യതയുള്ള 3 കളിക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. മുംബൈ ഇന്ത്യൻസിന്റെ മുൻ നായകനും ഇതിഹാസ ഓപ്പണറുമായ രോഹിത് ശർമ്മ മെഗാലേലത്തിൽ എല്ലാ റെക്കോർഡുകളും പഴങ്കഥയാക്കിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. മുംബൈ ടീമിനോടൊപ്പം അദ്ദേഹം തുടരുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. കഴിഞ്ഞ സീസണിന് മുൻപ് തന്നെ മാറ്റി പകരം ഹർദിക് പാണ്ഡ്യയെ നായകനാക്കിയത് മുതൽ രോഹിത് ഇടങ്ങി നിൽപ്പാണ്. ടീമിനൊപ്പം ഇനി തുടരാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നും അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. മുംബൈയിൽ തുടർന്ന് കളിക്കുമോ എന്നതിനെക്കുറിച്ച് രോഹിത് ഇനിയും തുറന്നു പറഞ്ഞിട്ടില്ല. ഹർദിക്കിന് കീഴിൽ തുടർന്ന് കളിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അതിനാൽ തന്നെ ഫ്രാഞ്ചൈസിയോട് ഹിറ്റ്മാൻ ഗുഡ് ബൈ പറയാൻ തന്നെയാണ് സാധ്യത. ഇത് സംഭവിച്ചാൽ മെഗാലേലത്തിൽ പലരുടെയും നോട്ടപ്പുള്ളി രോഹിത് തന്നെയായിരിക്കും. അദ്ദേഹത്തിന് വേണ്ടി 50 കോടി രൂപ വരെ മുടക്കാൻ ലക്നൗ സൂപ്പർ ജയൻസ്, ഡൽഹി ക്യാപിറ്റൽസ് എന്നീ ടീമുകൾ തയ്യാറായി നിൽക്കുകയാണ് എന്നാണ് അടുത്തിടൊരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ 16 കോടിയാണ് രോഹിത്തിന് മുംബൈയിലെ ശമ്പളം. പക്ഷേ ലേലത്തിൽ ഉൾപ്പെട്ടാൽ ഇതിന്റെ ഇരട്ടിയിലേറെ അദ്ദേഹത്തിന് ശമ്പളമായി ലഭിക്കുമെന്നതിൽ സംശയമില്ല. രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനും മലയാളി വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസണാണ് ഈ ലിസ്റ്റിലെ രണ്ടാമത്തെയാൾ. സീസണിന് മുൻപ് റോയൽസ് വിടാൻ അദ്ദേഹം തയ്യാറെടുക്കുകയാണ് എന്നാണ് സൂചനകൾ. റോയൽസുമായുള്ള കരാർ പുതുക്കിയില്ല എങ്കിൽ ലേലത്തിൽ സഞ്ജുവിന്റെയും പേര് നമുക്ക് കാണാൻ സാധിക്കും. ലേലത്തിൽ അദ്ദേഹത്തിന് വലിയ ഡിമാൻഡ് തന്നെ പ്രതീക്ഷിക്കാം. കാരണം 3 റോളുകൾ നിർവഹിക്കാൻ സാധിക്കുന്നയാളാണ് സഞ്ജു സാംസൺ. വിക്കറ്റ് കീപ്പിംഗ്, ബാറ്റിംഗ് എന്നിവയ്ക്കൊപ്പം ക്യാപ്റ്റൻസിയും ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നതാണ്. ഇതാണ് ലേലത്തിൽ സഞ്ജുവിന്റെ ഡിമാൻഡ് ഉയർത്തുന്ന ഘടകം. 30 കോടി രൂപ വരെ ലേലത്തിൽ അദ്ദേഹത്തിനായി മുടക്കാൻ ചില ടീമുകൾ തയ്യാറാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇംഗ്ലണ്ടിന്റെ വെടിക്കെട്ട് ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ ഫിൽ സോൾട്ടാണ് ലേലത്തിൽ ഏറ്റവും ഉയർന്ന തുക ലഭിക്കാൻ സാധ്യതയുള്ള 3ാമത്തെ താരം. കഴിഞ്ഞ സീസണിന് മുന്നോടിയായുള്ള ലേലത്തിൽ ആരും വാങ്ങാൻ തയ്യാറാകാതിരുന്ന താരമാണ് അദ്ദേഹം. പക്ഷേ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലേലത്തിന് ശേഷം പകരക്കാരനായി സോൾട്ടിനെ ടീമിലേക്ക് എത്തിക്കുകയായിരുന്നു. ഈ നീക്കം മാസ്റ്റർ സ്ട്രോക്കായി മാറുകയും ചെയ്തു. ഓപ്പണിംഗ് റോളിൽ KKRന് വേണ്ടി സോൾട്ട് കത്തിക്കയറുകയായിരുന്നു. 182.10 സ്ട്രൈക്ക് റേറ്റിൽ 435 റൺസാണ് താരം അടിച്ചെടുത്തത്. പക്ഷേ ലേലത്തിന് മുൻപ് ഇംഗ്ലണ്ട് താരത്തെ KKR നിലനിർത്താനിടയില്ല. അതുകൊണ്ട് തന്നെ ലേലത്തിന്റെ പൂളിൽ തീർച്ചയായും സോൾട്ടിനെ കാണാൻ സാധിച്ചേക്കും.